ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് ടെമ്പററി ഇമെയിൽ അഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് പല വെബ്സൈറ്റുകളും സന്ദർശിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇപ്പോഴത്തെ എല്ലാവിധ വെബ്സൈറ്റുകളും യൂസർ നെയിമും പാസ്വേഡും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ഡീഫാൾട്ടായിട്ട് അവരുടെ അനൗൺസ്മെൻറ്റുകളും ഇമെയിലുകളും അപ്ഡേറ്റ്സുകളൊക്കെ നമ്മളെ മെയിലിലേക്ക് വരും. അങ്ങനെ ഒരുപാട് മെയിൽ നമ്മൾക്ക് ലഭിക്കാനും അതുപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും നമ്മളെ മെയിൽ കൊടുക്കുമ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പറയുന്ന നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രൈമറി മെയിൽ ഐ ഡി ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഐ ഡി ഹാക്കർമാരുടെ കയ്യിൽ കിട്ടാനും അത് ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ ദ്രോഹം വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾക്കിപ്പം നോർമലായിട്ട് ഇപ്പം എല്ലാവിധ ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻ ആയാലും വെബ്സൈറ്റ് ആയാലും ഇപ്പം നോർമലായിട്ട് എല്ലാവിധ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിലും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മളെ മെയിലിലേക്ക് വരും. ഓക്കെ, ഈ മെയിൽ ആക്റ്റീവ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചില വെബ്സൈറ്റുകളിൽ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പേര് വിട്ട് എന്തെങ്കിലും ഒരു .com അല്ലെങ്കിൽ @gmail.com കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അധികം ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ആ പറയുന്ന ഇമെയിലിലേക്ക് ഒരു കോഡ് അയക്കുകയും ആ കോഡ് എടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ കൊടുത്താൽ മാത്രമേ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിൽ ഈ കോഡ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 10 minutes ഇമെയിൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് എന്നോ 10 minutes ഇമെയിൽ എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗൂഗിളിൽ ഒരുപാട് ഇത്തരത്തിൽ ഇമെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് റാൻഡമായിട്ട് ഒരു ഇമെയിൽ അവർ ജനറേറ്റ് ചെയ്ത് തരും. 10 മിനിറ്റാണ് സമയം. 10 മിനിറ്റിനുള്ളിൽ ഈ 10 മിനിറ്റിനുള്ളിൽ ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് വന്നിട്ടുള്ള മെയിലുകൾ നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ പറയുന്ന കോഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് രണ്ട് തരത്തിൽ ഉപകാരമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുക്കാതെ ഏതൊരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്തരം ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർ അക്കൗണ്ടിന് ഇത്ര ഫ്രീ എന്ന് പറഞ്ഞിട്ട് ചില ആപ്ലിക്കേഷൻ ഉണ്ടാവും. എനിക്ക് പരിചയമുള്ള ഒരു എഡ്യൂക്കേഷൻ ആപ്പ് ഉണ്ട്. അതിൽ 3D ആനിമേഷൻ വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് വെച്ച് കയറി കഴിഞ്ഞാൽ അതിലെ 3 വീഡിയോസ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. 3 വീഡിയോസ് ശേഷമുള്ള എല്ലാ വീഡിയോസിനും പൈസ കൊടുക്കണം. അപ്പോൾ പർ അക്കൗണ്ടിന് 3 വീഡിയോസാണ് ഫ്രീ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് 3 വീഡിയോസ് കണ്ടു. പിന്നെ എനിക്ക് കാണാൻ പൈസ കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അത് ഈ പറയുന്ന ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾക്ക് എത്ര വീഡിയോസ് അതിൽ നിന്ന് എടുക്കണം, ആവശ്യമുള്ള വീഡിയോസ് എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടോ ഈ പറയുന്ന രീതിയിൽ ഓരോ ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് ടെമ്പററി ഇമെയിൽ അഡ്രസ്സ്. ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾക്ക് അടിച്ചു കൊടുക്കാം 10 minute ഇമെയിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ടെമ്പ് മെയിൽ 10 minute എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇമെയിൽ അഡ്രസ്സ്. നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഇൻബോക്സ് ഉണ്ട്. ഇവിടെ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഇതിലേക്കൊരു മെയിൽ അയച്ചു നോക്കാം, വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഇമെയിൽ അയച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ അക്കൗണ്ടാണ്. അതിൽ നിന്ന് നമ്മളൊരു സബ്ജക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ടെസ്റ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം നമ്മൾക്ക് ഇവിടെ കാണാം വെറും ടെസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ടെസ്റ്റ് എന്ന് തന്നെ ടൈപ്പ് ചെയ്തത്. ഇത് വർക്കിംഗ് ആണ്, കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിലേക്ക് മെയിൽ വരും. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു പോകും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതേപോലെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാനും അതുപോലെ തന്നെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ക്രിയേറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ അത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറിലും അവൈലബിൾ തന്നെയാണ്. അപ്പം ഏത് ഉപയോഗിച്ച് നിങ്ങൾക്കിത് ആക്സസ് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് സമയം ഉണ്ടാവും. ചിലപ്പോൾ അതിലും കൂടുതൽ കൊടുക്കുന്ന വേറെ വെബ്സൈറ്റുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ തേടുന്നു അത്രത്തോളം നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ലഭിക്കും എന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.